ത്രിയേക ദൈവത്തിന് സ്തുതി. ക്രിസ്തു മതത്തിലെ ഒരു കേന്ദ്ര വ്യക്തിത്വമായ പരിശുദ്ധ ദൈവമാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാളിലേക്ക് നാം പ്രയാണം ചെയ്യുമ്പോൾ പരിശുദ്ധ മാതാവിന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട 2 സ്വഭാവ വിശിഷ്ടതകളാണ് ഞാൻ ഇവിടെ പങ്കുവെക്കുന്നത്. ഒന്നാമതായി എളിമയും വിനയവും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ അമ്മയായ പരിശുദ്ധ മറിയം, അവളിൽ ഉണ്ടായിരുന്ന താഴ്മയുടെയും വിനയത്തിന്റെയും പ്രാധാന്യം നാം മനസ്സിലാക്കേണ്ടതാണ്. വിനയം എന്ന് പറയുന്നത് അത് ദൈവത്തിന്റെ പദ്ധതിയിലുള്ള വിശ്വാസത്തിന്റെ ശക്തമായ പ്രകടനവും ദൈവകൃപയിലുള്ള ആശ്രയത്വത്തിന്റെ ഒരു അംഗീകാരവുമാണ്. ഗബ്രിയേൽ മാലാഖ പ്രത്യക്ഷപ്പെട്ട നിമിഷം മുതൽ പരിശുദ്ധ അമ്മയിൽ ഈ വിനയം പ്രകടമാണ്. താൻ രക്ഷകനെ പ്രസവിക്കും എന്നുള്ള അത്ഭുതകരമായ വാർത്ത കേൾക്കുമ്പോൾ അവൾ പ്രതികരിച്ചത്, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്നാണ്. ലളിതവും ഗഹനവുമായ ഈ പ്രതികരണത്തിൽ പരിശുദ്ധ ദൈവമാതാവിന്റെ എളിമയും വിനയവും തിളങ്ങി നിൽക്കുകയാണ്. പലപ്പോഴും സ്വയം പുകഴ്ത്തുന്നതിനെയും സ്വയം മഹത്വപ്പെടുത്തുന്നതിനെയും അംഗീകാരം നേടുകയും ചെയ്യുന്നതിനെപ്പറ്റി ചിന്തിക്കുന്ന ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മയുടെ വിനയം ഒരു വഴികാട്ടിയായി നമ്മുടെ ജീവിതത്തിൽ വർത്തിക്കണം. യഥാർത്ഥമായ മഹത്വം നമ്മെ തന്നെ ഉയർത്തുന്നതിലല്ല, മറിച്ച് താഴ്മയുള്ള ഹൃദയത്തോടെ ദൈവഹിതത്തിന് കീഴടങ്ങുന്നതിലാണെന്ന് പരിശുദ്ധ മറിയയുടെ വിനയം നമ്മെ പഠിപ്പിക്കുന്നു. രണ്ടാമതായി പരിശുദ്ധ അമ്മയുടെ അസാധാരണമായ വിശ്വാസം. ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിൽ ആശ്രയിക്കുന്നതിനും നമ്മുടെ ജീവിതത്തിനായുള്ള ദൈവിക പദ്ധതിയെ ഉൾക്കൊള്ളുന്നതിനുമുള്ള പ്രചോദനാത്മകമായ ഒരു ഉദാഹരണമാണ് പരിശുദ്ധ അമ്മയുടെ അചഞ്ചലമായ വിശ്വാസം. ഗബ്രിയേൽ ദൂതൻ അവൾക്ക് പ്രത്യക്ഷപ്പെട്ട് കന്യകയായ അവൾ ഒരു മകനെ പ്രസവിക്കും എന്ന് അറിയിച്ചപ്പോൾ മറിയം പറയുകയാണ്, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, അങ്ങയുടെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന്. അനിശ്ചിതത്വവും വെല്ലുവിളികളും ഉണ്ടായിരുന്നിട്ടും വിശ്വാസവും അനുസരണവും ഉദാഹരിച്ചുകൊണ്ട് മറിയ ദൈവത്തിന്റെ പദ്ധതിയിൽ വിശ്വസിച്ചു. മറിയത്തിന്റെ വിശ്വാസം നമ്മെ പഠിപ്പിക്കുന്നത് യഥാർത്ഥമായ വിശ്വാസം നമ്മുടെ വിശ്വാസത്തിന് അതീതമാണ് എന്നുള്ളതാണ്. ദൈവഹിതത്തിന് നമ്മെ തന്നെ സമർപ്പിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു സജീവ വിശ്വാസമാണത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ വിശ്വാസത്തെ വെല്ലുവിളിക്കുന്ന ധാരാളം സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. അസാധ്യമെന്ന് തോന്നുമ്പോഴും ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുവാൻ മറിയത്തെ പോലെ നാമും വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. ദൈവത്തിന്റെ അചഞ്ചലമായ കരുതലിലും വിശ്വാസത്തിലും മുന്നോട്ടു പോകുവാൻ നമ്മെ ഈ വിശ്വാസം പ്രേരിപ്പിക്കുന്നു. പ്രാർത്ഥനയിലൂടെയും തിരുവെഴുത്തിലൂടെയും ദൈവവുമായുള്ള നമ്മുടെ ബന്ധം നമുക്ക് കുറച്ചുകൂടി ആഴത്തിലാക്കാം. ദൈവത്തിന്റെ രക്ഷയുടെ പദ്ധതിയിൽ പരിശുദ്ധ അമ്മയുടെ വിശ്വാസം നിർണായകമായ പങ്ക് വഹിച്ചതുപോലെ നമ്മുടെ ചുറ്റുമുള്ളവരുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന രീതി രൂപപ്പെടുത്തുവാൻ നമ്മുടെ വിശ്വാസത്തിനും സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.